പുറമേന്ന് നോക്കുന്നവർക്ക് കടങ്ങളോ ബാധ്യതകളോ ഇല്ലാത്ത വിജയകരമായ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായിരുന്നു സി.ജെ. റോയ്. എന്നാൽ ബിസിനസിന്റെ അടിത്തട്ടിലുണ്ടായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഏറെ ഉലച്ചിരുന്നു. പുറം ലോകം അതറിഞ്ഞാൽ ബിസിനസിൽ നിന്നും നിക്ഷേപകർ അതിവേഗം പിന്മാറുമെന്ന തിരിച്ചറിവുണ്ടായിരുന്ന അദ്ദേഹം ഭാര്യയോട് പോലും അടുത്തിടെയാണ് പ്രശ്നങ്ങൾ വെളിപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ മുതൽക്കേ നിൽക്കക്കള്ളിയില്ലാതെ വന്നാൽ മരണമെന്ന് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ വന്നപ്പോൾ സൈക്യാട്രിസ്റ്റുകളെ പോലും അദ്ദേഹം പലതവണ പോയി കണ്ടു. ഏറെക്കാലമായി മാനസിക സമ്മർദ്ദം മൂലം പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന അദ്ദേഹം ഈ വിവരങ്ങളൊന്നും തന്നെ കുടുംബാംഗങ്ങളെ അറിയിച്ചിരുന്നില്ല. ഒടുവിൽ മരിക്കുന്നതിന്റെ തലേദിവസം പോലും അദ്ദേഹം സൈക്യാട്രിസ്റ്റിനെ കാണുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും തിരിച്ചിറങ്ങിയതും അദ്ദേഹം മരണമുറപ്പിച്ചു തന്നെയാണ്. ജയനഗറിലെ ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് റോയ് തലേ ദിവസം സന്ദർശിച്ചിരുന്നത്. അതിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതോടെ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയും പരിശോധിക്കുകയാണ് ഡോക്ടർമാർ. അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി പരമേശ്വരയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നിർണായക പണമിടപാടുകളെക്കുറിച്ച് റോയ്ക്കും ഭാര്യയ്ക്കും അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഭാര്യയുടെ ഉൾപ്പെടെ വിശദമായ മൊഴി ശേഖരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജനുവരി 30-നാണ് ഓഫീസിലെ ക്യാബിനിൽ സി.ജെ. റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെക്കാലമായി റോയ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന 9 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ കത്ത് നേരത്തെ കണ്ടെടുത്തിരുന്നു. ഫൈനൽ സ്റ്റെപ്പ് എടുക്കുന്നതിൽ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും റോയി കത്തിൽ എഴുതിയിരുന്നു. മരണത്തിന് മുൻപ് റോയ് ആരോടൊക്കെ ഫോണിൽ ഉൾപ്പെടെ സംസാരിച്ചു എന്നതും SIT വിശദമായി അന്വേഷിക്കും. മരിക്കുന്നതിന് മുൻപ് റോയ് അമ്മയോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. റോയിയുടെ മരണശേഷം സെൻട്രൽ ബംഗളൂരുവിലെ അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഫയൽ ചെയ്ത പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ബംഗളൂരുവിലെ ലാങ്ഫോർഡ് റോഡിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ റോയിയും മാനേജിംഗ് ഡയറക്ടർ T.A. ജോസഫും കൂടിയാണ് എത്തുന്നത്. റോയ് തന്റെ ക്യാബിനിൽ കടക്കുന്നതിനിടെ അമ്മയോട് സംസാരിക്കാനുണ്ടെന്ന് ജോസഫിനോട് പറഞ്ഞു. ഉടൻ തന്നെ പതിവ് പോലെ ജോസഫ് പുറത്തേക്കിറങ്ങുകയായിരുന്നു. പിന്നീട് ജോസഫ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടഞ്ഞു. ആരെയും അകത്തേക്ക് കടത്തിവിടേണ്ട എന്ന് റോയ് നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് അവർ പറഞ്ഞത്. കുറച്ചുനേരം കാത്തിരുന്ന ശേഷം ജോസഫ് ക്യാബിനിലേക്ക് എത്തിയെങ്കിലും വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വിളിച്ചിട്ട് പ്രതികരണവും ഉണ്ടായില്ല. തുടർന്ന് ബലം പ്രയോഗിച്ച് വാതിൽ തുറന്ന് അകത്തു കയറിയപ്പോൾ കണ്ടത് ഷർട്ടിലാകെ രക്തവുമായി കസേരയിലിരിക്കുന്ന റോയിയെയാണ്. ഉടൻ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.